നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒളിമ്പിക് ഫുട്ബോളിൽ അർജന്റീനയുടെ തകർപ്പൻ തിരിച്ചുവരവ്. ആദ്യ മത്സരത്തിൽ വിവാദമായ കളിയിൽ മൊറോക്കോയോട് 2-1 തോറ്റിരുന്ന അവരിതാ ഇറാഖിനെതിരെ 3 ഗോളുകളുടെ തകർപ്പൻ ജയം നേടിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും തുറന്നിട്ടിരിക്കുകയാണ്. അർജന്റീനയ്ക്ക് വേണ്ടി സൂപ്പർ താരങ്ങളാണ് ഗോൾ അടിച്ചത്. ലോക ചാമ്പ്യൻ തിയാഗോ അൽമൈഡ ഗോളടി തുടങ്ങി വെച്ചു. പിന്നെ ലൂസിയാനോ ഗുണ്ടോ അവർക്ക് വേണ്ടി ഇതിനു മുമ്പുള്ള കളികളിൽ, അതായത് ക്വാളിഫയറിലടക്കം മികച്ച പ്രകടനം നടത്തിയ താരമാണ്. അദ്ദേഹം ഗോളടിച്ചു. അതുപോലെ തന്നെ മറ്റൊരു വളർന്നു വരുന്ന താരം ഇക്കി ഫെർണാണ്ടസിന്റെ ഗോൾ. അങ്ങനെ 3-1 തകർപ്പൻ ജയമാണ് അർജന്റീന നേടിയത്. കളിയുടെ 13ാമത്തെ മിനിറ്റിൽ തന്നെ തിയാഗോ അൽമേഡയുടെ ഗോൾ പിറന്നിരുന്നു. ഹുലിയൻ ആൽവരസ് അടക്കമുള്ളവർ നടത്തിയൊരു നീക്കത്തിനൊടുവിലാണ് ആ ഒരു ഗോള് അദ്ദേഹം നേടുന്നത്. പക്ഷേ ആ ഗോളിന്റെ ലീഡുമായിട്ട് ഇടവേള സമയത്ത് അവർക്ക് കയറി പോകാൻ കഴിഞ്ഞില്ല. ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിൽ ഐമൻ ഹുസൈനിലൂടെ ഇറാഖ് ആ ഗോള് മടക്കി അടിച്ചു. പക്ഷേ രണ്ടാം പകുതിയിൽ അർജന്റീന കൂടുതൽ കരുത്തോടുകൂടി കളിക്കുകയും 2 ഗോളുകൾ കൂടി നേടുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ലൂസിയാനോ ഗുണ്ടോ അവർക്ക് വേണ്ടി ഗോൾ കണ്ടെത്തി. അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വന്നതാണ്. പക്ഷേ അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ ഹെഡർ ഗോളാണ് നമ്മൾ കണ്ടത്. കെവിൻ ജനോൻ നൽകിയിട്ടുള്ള ക്രോസിൽ നിന്ന് ഹെഡറിലൂടെ ലൂസിയാനോ ഗുണ്ടോ പന്ത് വലയിലേക്ക് എത്തിച്ചു. പിന്നീടാണ് ആ ഒരു തകർപ്പൻ ഗോള് പിറക്കുന്നത്, ഇക്കി ഫെർണാണ്ടസിന്റെ ഗോൾ. അത് അതിമനോഹരമായിട്ടുള്ള ഒരു ഗോളായിരുന്നു. ഗ്രേറ്റ് ഗോൾ എന്ന് തന്നെ വിശേഷിപ്പിക്കണം. അർജന്റീനയുടെ മനോഹരമായ ഒരു ടീം പ്ലേ, അതിനുശേഷം ഒരു റോക്കറ്റ് ഷോട്ട് വലയിലേക്ക് അടിച്ചു കയറ്റിക്കൊണ്ട് ഇക്കി ഫെർണാണ്ടസ് അർജന്റീന 3-1 വിജയിക്കുമെന്ന് ഉറപ്പാക്കിയായിരുന്നു. മത്സരം വിജയിച്ചതോടുകൂടി ഇപ്പോൾ അർജന്റീനയ്ക്ക് 2 കളികളിൽ നിന്ന് 3 പോയിന്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ആദ്യ കളി വിജയിച്ചിരുന്ന ഇറാഖിനും ഇപ്പോൾ 3 പോയിന്റുകളുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.